നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ഡിസംബർ 31 വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24-നകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 30 രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകണം. ഓഗസ്റ്റ് 24-ന് ശേഷം നിലവിലെ ഉത്തരവുകൾക്ക് വിധേയമായി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ മസ്റ്ററിംഗ് സൗകര്യം സ്വീകരിക്കാമെന്നും അറിയിപ്പിൽ പറയുന്നു. മറ്റൊരറിയിപ്പ്, ശമ്പളം, പെൻഷൻ, വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം നാളെ 2000 കോടി രൂപ കടമെടുക്കുന്നു. 26 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴിയാണ് കടപ്പത്രങ്ങളിറക്കിയാണ് കടമെടുക്കുന്നത്. കേരളത്തിന് അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം 3000 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കേരളത്തിന് നടപ്പുവർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ആകെ 29,529 കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 2024-25 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ കടമെടുക്കാൻ അനുവദിച്ചത് 21,253 കോടി രൂപയായിരുന്നു. എന്നാൽ അതിനേക്കാൾ 8,276 കോടി രൂപ അധികമാണ് ഇക്കുറി അനുവദിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും അതത് സംസ്ഥാനങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% വരെ ഒരു സാമ്പത്തിക വർഷം കടമെടുക്കാമെന്നാണ് കേന്ദ്ര ചട്ടം. ഇത് പ്രകാരം കേരളത്തിന് ഈ വർഷം 39,800 കോടിയോളം രൂപ കടമെടുക്കാം. എന്നാൽ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയെടുത്ത കടം സർക്കാരിന്റെ കടമായി പരിഗണിച്ച് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയാണ്. അതേസമയം സംസ്ഥാനം കടക്കെണിയിലാണെന്ന ആരോപണങ്ങൾ അടുത്തിടെ ധനമന്ത്രി KN ബാലഗോപാൽ നിഷേധിച്ചിരുന്നു. കേരളത്തിന് അർഹതപ്പെട്ട വായ്പയെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന വിമർശനവും അദ്ദേഹം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. നാളെ കേരളത്തിന് പുറമെ 9 സംസ്ഥാനങ്ങൾ കൂടി കടമെടുക്കുന്നുണ്ട്. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 3200 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണത്തിന് ഒരുങ്ങുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം വിതരണം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം തുടങ്ങിവെക്കുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.